എന്ന വാക്ക് കൊടുങ്ങല്ലൂരിലെ മുസിരിസിലെ ഞങ്ങൾ കുട്ടികളുടെ സ്കൂൾ കാലഘട്ടങ്ങളിൽ പഷ്ണം എന്നായിരുന്നു അറിഞ്ഞിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് കൊടുങ്ങല്ലൂരും കോട്ടപ്പുറവും പള്ളിപ്പുറം കോട്ടയും എല്ലാം ഒപ്പം പഷ്ണവും ചരിത്രം മേഞ്ഞു നടന്നിരുന്ന ഇടങ്ങളായിരുന്നു. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ പട്ടണം മറ്റൊരു രൂപത്തിൽ തെളിഞ്ഞു വരുന്നു. ഖനനം ചെയ്യപ്പെട്ട മുസിരിസിൻ്റെ മാറിലൂടെ നടക്കുമ്പോൾ അതൊരു കവിതയായി മാറുന്നു. അതാണ് പട്ടണം എന്ന ഈ കവിത. പര്യവേഷണം കഴിഞ്ഞ് രതിമൂർച്ഛയിലെന്നോണം അനാവൃതത്വത്തിൻ്റെ ലജ്ജയില്ലാതെ മലർന്ന് നിവർന്നു കിടന്നു ഒരിക്കൽ ഞങ്ങൾ കുട്ടിയും കോലും കളിച്ച മൺമേനി. പര്യവേഷണം കഴിഞ്ഞ് രതിമൂർച്ഛയിലെന്നോണം അനാവൃതത്വത്തിൻ്റെ ലജ്ജയില്ലാതെ മലർന്ന് നിവർന്നു കിടന്നു ഒരിക്കൽ ഞങ്ങൾ കുട്ടിയും കോലും കളിച്ച മൺമേനി. കോടാനുകോടി ഡോളറുകളേക്കാൾ വിലമതിപ്പുണ്ടെങ്കിലും പ്രാചീനത മോഷ്ടിക്കാൻ മാത്രം വിരുതുള്ള തസ്കരർ പഷ്ണത്തില്ല എന്ന വിചാരത്തിൽ കയർ കെട്ടിയൊരുക്കിയ സുരക്ഷയ്ക്കപ്പുറം സുരക്ഷാഭടന്മാർ കൂർക്കം വലിച്ചു. നിലാവിനൊപ്പം അതിക്രമിച്ചു കടന്ന് മഹാശിലായുഗത്തിലെ പത്തേമാരികളിലും കുഞ്ഞു തടിവള്ളങ്ങളിലും ഞാനും മലർന്നു കിടന്നു. ചരിത്രാതീതമായ നിലാവിലേക്ക് കണ്ണയച്ചു. ഇതേ നിലാവ് തന്നെയായിരിക്കുമോ അകനാനൂറിലെ ചേരത്തമ്പ്രാക്കളുടെ പ്രജാപതികാലത്തും സംഘകാല തൊഴിലാളരെ, മുക്കുവരെ, വള്ളക്കാരെ, അടിമയികളെ, തെങ്ങുകൾക്ക് വളമായിട്ട ചാളമീനുകൾ മാന്തിയെടുത്ത് വിശപ്പാറ്റി വയർനൊന്ത് കരഞ്ഞോരെ സമാശ്വസിപ്പിച്ചിട്ടുണ്ടാവുക? ഇതേ നിലാവ്. സകല ചരിത്ര പര്യവേഷണങ്ങളും വാഴ്ത്തുന്നു മഹാപൈതൃകങ്ങളെ, വാണിജ്യങ്ങളെ, രത്നവൈരവൈഡൂര്യ സുഗന്ധദ്രവ്യങ്ങളെ. നടുവിന് കിട്ടിയ 3 ലാത്തിയടികളാൽ ഞാൻ എണീൽക്കേ അന്നത്തെ അടിമയികൾ, പുഴുമനിതർ, ചാളച്ചൂരുമായി പിടഞ്ഞ പിടപ്പിൻ്റെ ചൂളം അറബിക്കടലിൽ ചെന്ന് പതിച്ചുവോ? അടികൊണ്ടോടവേ കോട്ടപ്പുറം വായനശാലയിൽ നിന്ന് അന്ന് വാങ്ങിയ പഴംപുസ്തകം പട്ടണമണ്ണിൽ വീണുപോയി. അകനാനൂറ്. അടിയുടെ ചൂളം അടഞ്ഞൊരു മൂളക്കമായി ഇന്നും ബാക്കിയുണ്ട് ചെവിയിൽ. അടിയുടെ ചൂളം അടഞ്ഞൊരു മൂളക്കമായി ഇന്നും ബാക്കിയുണ്ട് ചെവിയിൽ.